കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം, അതായത് ഡ്രഗ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഉടൻ വരാൻ പോകുന്നത്. ക്വാളിഫിക്കേഷൻസ് ആർക്കൊക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം അതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ഇൻ ഹാൻഡ് ഒരു 80 അല്ലെങ്കിൽ ഒരു 90+ ഉറപ്പായിട്ടും ഇൻ ഹാൻഡ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് ഇതിന്റെ പേ സ്കെയിൽ, എന്താണ് അതിന്റെ ഏജ് ക്രൈറ്റീരിയ? ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ എല്ലാവരുടെയും ഒരു ഡ്രീം പോയിന്റ് ആണ് എന്ത്, ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുക എന്നുള്ളത്. അപ്പൊ കുറച്ചും കൂടി സാലറി, ഒരു ഉയർന്ന സാലറി ഉള്ള ഒരു ജോലിയാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും അല്ലെ. എന്തായാലും ഒരു ഗവൺമെന്റ് ജോബ് പ്ലസ് ഒരു ഉയർന്ന സാലറിയും കൂടെ എനിക്ക് ഡബിൾ ഹാപ്പിനെസ്. സോ അങ്ങനെ ഒരു ഡബിൾ ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജൂസ് അക്കാഡമി ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുക. നമ്മുടെ ലോങ് ടേം ബാച്ചും അതുപോലെ LSDD ബാച്ചും റണ്ണിങ് ആണ്. അപ്പൊ അതിന്റെ അഡ്മിഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവര് എജൂസ് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ മെയിൻ വിഷയം എന്താണ്? ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് GNCTD ഡ്രഗ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഉടൻ. അപ്പൊ അതിൽ തന്നെ എന്താണ് കുറെ ഡൗട്ട്സ് നമ്മുടെ ഉള്ളിൽ അറൈസ് ചെയ്തിട്ടുണ്ടാവും. ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം, അതായത് ഡ്രഗ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഉടൻ വരാൻ പോകുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഗവൺമെന്റ് ഓഫ് ഡൽഹി, ഡൽഹി ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള. GNCTD എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. അപ്പൊ ഡൽഹി ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന എക്സാം നോട്ടിഫിക്കേഷൻ ആണ് ഉടൻ വരാൻ പോകുന്നത്. സോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് ഇതിന്റെ പേ സ്കെയിൽ, എന്താണ് അതിന്റെ ഏജ് ക്രൈറ്റീരിയ, അതുപോലെ അതിന്റെ സിലബസ് എന്താണ്, അതൊക്കെ നമ്മുടെ മൈൻഡിൽ എന്തായാലും ഏതൊരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നാലും ഉയർന്നു വരാൻ ചാൻസ് ഉള്ള ഡൗട്ട്സും കാര്യങ്ങളും തന്നെയാണ്. സോ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, ഡൽഹി ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വിൽ ബി അപ്ലോഡഡ് സൂൺ. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, മേ ബി മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് മന്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയതുകൊണ്ട് തന്നെ കറക്റ്റ് 2 months ടൈം ആയിരിക്കും നമുക്ക് കിട്ടുക. മോസ്റ്റ് പ്രോബബ്ലി ഓഗസ്റ്റിൽ തന്നെ ഇതിന്റെ എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഈ നല്ലൊരു എന്താണ് ഉയർന്ന പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം. നന്നായിട്ട് ഒരു ഒരു സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾ പഠിച്ച് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യട്ടെ. സോ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. എത്ര പോസ്റ്റ് ആണ്? 46 വേക്കൻസീസ് ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഒരു ബേസിക് സാലറി സ്കെയിൽ വരുന്നത് 47,600 to 1,51,100. എന്തായാലും ഇൻ ഹാൻഡ് ഒരു 80 അല്ലെങ്കിൽ ഒരു 90+ ഉറപ്പായിട്ടും ഇൻ ഹാൻഡ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും. അത്രയും ഉയർന്ന ഒരു പോസ്റ്റ് ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് നോർമലി ഉള്ള എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാം പോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, മെയിൻസിന്റെ എക്സാമിന്റെ ഒക്കെ ഒരു ഏജ് ലിമിറ്റ് നോട്ട് എക്സീഡിങ് 30 years. 30 years കൂടുതൽ പോകാൻ പാടില്ല. എക്സാം മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ തന്നെ ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ അടുത്തത് എന്താണ്, എന്തായിരിക്കും അതിന്റെ സിലബസ് എന്നുള്ളത്? മെയിൻ ആയിട്ട് നമ്മുടെ ഫാർമസി കോർ ടോപ്പിക്സ് തന്നെയായിരിക്കും, ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്സ്. സോ സിലബസ് അവര് നോട്ടിഫിക്കേഷൻ വന്നാലാണ് പിന്നെ സിലബസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും എന്താണ് ഫാർമ പ്ലസ് നോൺ ഫാർമ ടോപ്പിക്സ് ആണ് പൊതുവെ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനും വരിക. അതുപോലെ തന്നെ ഇവിടെയും വരുന്നത് ഫാർമസി കോർ ടോപ്പിക്സ് എന്തായാലും ഉറപ്പായിട്ടുണ്ടാകും. നമ്മുടെ ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമകോഗ്നസി, ഫാർമസ്യൂട്ടിക്സ് അങ്ങനെയുള്ള ബേസിക് സബ്ജക്ട്സ് ഒക്കെ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. അത് കൂടാണ്ട് ജനറൽ നോളജ് പോർഷനും ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, വാട്ട് ഓൾ ആർ ദി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ആർക്കൊക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം അതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ഡിഗ്രി ഇൻ ഫാർമസ്യൂട്ടിക്കൽ സയൻസസ്, ഫാം ഡി, അതുപോലെ മെഡിസിൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ക്ലിനിക്കൽ ഫാർമക്കോളജി ഓർ മൈക്രോബയോളജി. ബി ഫാമുകാർക്ക് അപ്ലൈ ചെയ്യാം, ഫാം ഡിക്കാർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ MD ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. എന്തിലാണ് സ്പെഷ്യലൈസേഷൻ വേണ്ടത്? ക്ലിനിക്കൽ ഫാർമക്കോളജി അല്ലെങ്കിൽ മൈക്രോബയോളജിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള MD കാർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല. അതുപോലെ ഫ്രഷേഴ്സിന് ഉറപ്പായിട്ടും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് തന്നെ. സോ GNCTD ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ ബാച്ച് നമ്മുടെ എജൂസ് അക്കാഡമിയിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇതിന്റെ അഡ്മിഷൻ അതുപോലെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവര് ഈ തന്നിട്ടുള്ള 2 കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും മസ്റ്റ് ആയിട്ട് എക്സാം അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക എല്ലാവരും. കാരണം അത്രയും നല്ലൊരു പോസ്റ്റ് ആണ്. ഏതൊരു ബി ഫാം ഗ്രാജുവേറ്റ്
ഗ്രാജുവേറ്റിന്റെയും ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും ഇത്രയും ഒരു ടോപ്പ് പൊസിഷനിൽ എത്തുക. സോ നമ്മൾ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഇൻപുട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും അതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ ലോങ് ടേം ബാച്ചും LSGD ബാച്ചും കേരള PSC ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ വരാനിരിക്കുന്ന എക്സാംസിനുള്ള ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. സോ ഈ ഒരു എക്സാമിന് എഴുതാൻ ആഗ്രഹിക്കുന്നവര് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ എനിവേ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.